അപ്പോൾ ഗുഡൻ ടാഗ് ഇനി വരുന്നത് നമുക്ക് ഡി, അതായത് നമ്മുടെ ഫെമിനിൻ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഡിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബയോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. സോ അതിൽ വരുമ്പോൾ ആദ്യത്തേത് വൈബ്ലിഷ്യ പേഴ്സൺ, അതായത് മുട്രഷ്, വെസ്റ്റർ, ടാൻഡെ ഇവരൊക്കെ എന്തായിരിക്കും പോവുക, ഡിയിലായിരിക്കും പോവുക. പിന്നെ വരുന്നത് വൈബ്ലിഷ്യ ബെറൂഫ് നാമൻ, അതായത് നമ്മുടെ ആർട്സിന് അല്ലെങ്കിൽ മാലറിൻ ഇതൊക്കെ എന്തിലായിരിക്കും പോവുക, ഡി എന്നുള്ള ആർട്ടിക്കിളിലായിരിക്കും പോവുക. സോ മോസ്റ്റ്ലി നമ്മുടെ ബെറൂഫ് നാമനിൽ നോക്കുമ്പോൾ നമുക്ക് ആർട്സിൻ്റെ ഒപ്പം അയൻ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ട് ഫെമിനിൻ കിട്ടും, അതായത് ആർട്സിൻ എന്ന് കിട്ടും. അല്ലെങ്കിൽ മാലർ നോക്കുകയാണെങ്കിൽ മാലറിനൊപ്പം അയൻ ചേർത്ത് കഴിയുമ്പോൾ മോസ്റ്റ്ലി ആണ് കേട്ടോ. സോ മാലറിന്ന് കിട്ടും. സോ നമുക്ക് ഫെമിനിൻ ഫോം കിട്ടും. സോ അയൻ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഫെമിനിൻ ഫോം കിട്ടും. സോ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബെഡോയിറ്റിംഗ് ആയിരുന്നു മീനിങ്. സോ ബെഡോയിറ്റിംഗിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത് സാലൻ ആണ്. അതായത് നുൾ, ഐൻസ്, വൈദ്രൈ ഇതൊക്കെ എപ്പോഴും എന്തിലായിരിക്കും പോവുക, ദി എന്നുള്ള ആർട്ടിക്കിളിലായിരിക്കും പോവുക. പിന്നെ വരുന്നതാണ് മോട്ടോർ ആർഡർ അല്ലെങ്കിൽ ഷിഫെ അല്ലെങ്കിൽ ഫ്ലുക്സോയിഗ്. സോ ഇതൊക്കെ ദിയിലായിരിക്കും. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മസ്കുലിനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കാറുകൾ എല്ലാം എന്തിലായിരിക്കും എന്ന് പറഞ്ഞു, ദെറിലായിരിക്കും എന്ന് പറഞ്ഞു. സോ ഇവിടെ വരുമ്പോൾ എന്തിലാവും, ദിയിലേക്ക്, അതായത് മോട്ടോർ ആർട്സ് എല്ലാം ദിയിലേക്ക് മാറും. സോ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ബേമ എന്ന് പറയുന്നത് കാറാണ്, അല്ലെങ്കിൽ ദി ബേമ എന്ന് പറയുമ്പോൾ മോട്ടോർ ആർഡാണ്. സോ അതിൽ മാത്രം ഒരു ചേഞ്ച് വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. സോ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതായിരുന്നു നാക്സിൽവൻ, അതായത് സഫിക്സുകൾ വരിക. സോ അതിൽ ഓൾമോസ്റ്റ് 95% എബോ തന്നെ ആ എന്താ പറയുക എൻഡിങ് വരുന്ന ഒക്കെ നമ്മുടെ ഫെമിനിലായിരിക്കും. സോ അങ്ങനെ ഒരു 3 ഉണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് ഹൈറ്റ്, HEIT ആണ്. അതിൽ ഷോൺ ഹൈറ്റ് വരും. പിന്നെ വരുന്നതാണ് കൈറ്റ്, KEIT വരും. അടുത്തത് ഹെലിഷ് കൈറ്റ് ഒക്കെ പറയും, ബ്രൈറ്റ്നസ്. പിന്നെ വരുന്നതാണ് ഷാഫ്റ്റ്, SCHAFT, ഷാഫ്റ്റിൽ മാൻ ഷാഫ്റ്റ്. ഇതൊക്കെ എന്താണ് ഓൾമോസ്റ്റ് 95% എബോ തന്നെ സഫിക്സുകൾ വരുന്നതാണ്, അതായത് ഡിയിൽ സഫിക്സ് വരുന്നതാണ്. സോ അതുപോലെ തന്നെ നാക്സിൽവനിൽ 90% എബോ തന്നെ ചാൻസസ് ഉള്ള കുറച്ച് എൻഡിങ്ങും കൂടെ ഉണ്ട്. സോ അതിൽ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്, ഓൾസോ ദ ക്രൂഷ്യൽ വണ്ണാണ്. സോ ആദ്യത്തെ എന്ന് പറയുന്നത് അതിൽ ഇ ആണ് വരിക, അതായത് എൻഡിങ്ങിൽ ഇ വരിക. പിന്നെ രണ്ടാമത്താണ് EI വരിക. ഓക്കെ. സോ പിന്നെ വരുന്നതെന്ന് പറയുന്നത് UNG വരും, പിന്നെ ION, UNG, ION, പിന്നെ IK, പിന്നെ UR. ലാസ്റ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നതാണ് ടാറ്റൻസ്, അതായത് TAT, പിന്നെ ENZ. സോ ഇത്രയും പ്രിഫിക്സ് വരുമ്പോഴാണ് എന്തിലൊക്കെ ആവുക, അതായത് ഫെമിനിൻ ആർട്ടിക്കിൾ ദിയിലേക്ക് മോസ്റ്റ്ലി ആവുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ